ഹലോ ഫ്രണ്ട്സ്, ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ്. പട്ടാണിയും ക്യാരറ്റും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഇതിന്റെ കൂടെയും കൂട്ടാൻ പറ്റുന്ന, അതായത് ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായി കഴിഞ്ഞാലും പത്തിരി, ഇടിയാപ്പം, ദോശ എല്ലാത്തിനും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി പട്ടാണിക്കറിയാണ്, കുറുമക്കറിയാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കിലോ പട്ടാണി ഒരു 8 മണിക്കൂറെങ്കിലും പുതിർത്ത് വെച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഒരു 2 ക്യാരറ്റ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിൽ, പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരേ ഒരു തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കുക്കറിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ ഓൾറെഡി കുറച്ച് വെള്ളം ഒഴിച്ചിന്, അപ്പൊ അത് പറ്റാത്തത് കൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ മഞ്ഞപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മഞ്ഞപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ആവശ്യത്തിന് കളറിന് ആവശ്യപ്പെട്ടിട്ടില്ല മഞ്ഞപ്പൊടി അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 വിസിൽ വരുന്നതിനപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അരപ്പൊന്ന് തയ്യാറാക്കാനുണ്ട്. അതിനുവേണ്ടി തേങ്ങ ചിരവാൻ കഴിയാത്തതുകൊണ്ട് കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കുക്കറിന് 2 വിസിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള വിസിൽ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. 5 വിസിലെങ്കിലും ഇതിന് വന്നിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട്. 5 വിസിലാണ് കണക്ക്. അപ്പോൾ ഇത് ഞാൻ തേങ്ങ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് പെരിഞ്ചീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട അത് ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്യൂ നട്ട് ഒരു 5 കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രേവിക്ക് കുറച്ച് തിക്ക് വരേണ്ടിയിട്ടാണ് കാഷ്യൂ നട്ട് ഇടുന്നത്. പിന്നെ വന്നിട്ട് വെളുത്തുള്ളി ഒരു 5-6 പല്ല് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിന്റെ വിസിലെല്ലാം പോയി. ഇതാ ഞാൻ നോക്കുമ്പോൾ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കത് വേറൊരു ചട്ടിയിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. കാരണം കുക്കറിലാകുമ്പോൾ നമുക്ക് ഒരു സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടിയിലോട്ടേക്ക് മാറ്റി. ഇനി നമുക്ക് അരച്ചു വെച്ച അരപ്പെടുത്ത് ഒഴിക്കണം. അപ്പൊ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ച അരപ്പ് ഞാൻ അതിലോട്ടേക്ക് ഒഴിക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് കുറുകി വന്നാൽ നമുക്ക് നല്ല അടിപൊളി കുറുമ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ തിളക്കട്ടെ, തിളക്കുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കളർ കുറച്ച് മഞ്ഞ കളർ കുറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്. അപ്പോഴാണ് നല്ല കുറുമേൻ്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി വിട്ടിട്ട് ഇനി അതൊന്ന് നല്ലോണം മിക്സ് ആയിട്ട് എല്ലാ കഷ്ണങ്ങളും തേങ്ങയും അണ്ടിപ്പരിപ്പിന്റെ ആ ഒരു ഇതും എല്ലാം ആയിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരും. അപ്പോൾ ഇതാ സൂപ്പർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പട്ടാണി കുറുമ. ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടതിൻ്റെ എന്നോട് മറന്നുപോയി. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി കുറുമ കറി നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, പൂരി, ചപ്പാത്തി, ഇടിയാപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ, റൊട്ടി എല്ലാത്തിനും കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിലേതാ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. വറുത്തിടുന്നൊന്നുമില്ല, കുറുമക്കറിയാണ്, നമുക്ക് വറുത്തിടേണ്ട ആവശ്യമില്ല. അപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം. അപ്പൊ സൂപ്പർ ആയിട്ടുള്ള കുറുമക്കറി ഇതാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേഗം തന്നെ കമന്റ് ഇടാൻ നോക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരും. ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഇല്ലേ, എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ, അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.
നമ്മൾ അടിപൊളി ദോശേൻ്റെ കൂടിയാണ് നമ്മളിന്ന് കുറുമക്കറി കഴിച്ചത്. നല്ല സൂപ്പറായിട്ടുള്ള മുറുമുറു ദോശേനും. അപ്പം അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.